ഇരിക്കണ സ്ഥലം സൂപ്പർ. എന്നെ അതിന്മേലൊന്ന് കയറ്റിയിരുത്ത്. അതിനെന്താ ഇങ്ങടേക്ക് വായോ. അമ്മ എന്നെ എടുത്തിരുത്ത്. ഐശ്വേ ഞാനല്ലേ ആദ്യം പറഞ്ഞേ. അപ്പൊ എന്നെയല്ലേ എടുത്തിരുത്തേണ്ടത്. ഞാനാ ചെറുത്. അപ്പൊ എന്നെ എടുത്തിരുത്തണം. അമ്മേ ഇവൾക്ക് എന്താ കൊമ്പുണ്ടോ? എപ്പോഴും ഞാൻ പറയണ കാര്യം അവൾക്ക് വേണം. എന്തതിങ്ങനെ? എന്താണ് ഇവിടെ? ഒന്നുമില്ല, പതിവ് അടിപിടി അത്ര തന്നെ. അച്ഛൻ വന്നോ? അച്ഛാ, മൈ സ്വീറ്റ് അച്ഛാ, എന്നെ എടുത്തിരുത്ത്. അപ്പോ മഞ്ജു പിണങ്ങില്ലേ? പിണങ്ങിക്കോട്ടെ. അതെ, അങ്ങോട്ടേക്ക് നോക്ക്. മനസ്സില്ല. പൊന്നൈശ്വേ, ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നീ എന്തുട്ടാ പേടിക്കണേ? മഞ്ജുവിനെക്കാളും നന്നായിട്ട് മരം കയറണ നീയല്ലേ, ചാടി കയറിക്കോ. അശ്വരി കേട്ട വീണാലോ? വീണാലെന്താ, ചാടി എഴുന്നേക്കും. പൊട്ടുവല്ലും പൊട്ടില്ലേ? പൊട്ടിയാലെന്താ, മരുന്ന് വെക്കും. ഇതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇത്ര ചെറിയ പൊക്കത്തു നിന്നൊന്നും വീണാല് കാലിനൊന്നും സംഭവിക്കില്ല, നീ അത് പേടിക്കണ്ടാട്ടാ. മോള് ധൈര്യമായിട്ട് ചാടി കയറിക്കോ. കേട്ടാ, നിങ്ങൾ ഈ കുട്ടികളെ വഷളാക്കൂട്ടാ. കേട്ടിട്ടില്ലേ, അമ്മമാര് കുട്ടികളെ പൊതിഞ്ഞ് സംരക്ഷിക്കും, പക്ഷെ അച്ഛന്മാര് കുട്ടികളെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കും. എന്നാലും എന്റെ രേഖേട്ടാ, ഇത് കുറച്ച് കൂടുതലാണ് കേട്ടാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. ആ കടയുടെ അടുത്തുള്ള മരത്തിലേ ശരിക്കും കിളിക്കൂടി ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കരുതി ഇന്നലെ ഐഷുവിനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒരു അടവായിരുന്നു അതെന്നാ. ഏയ് അല്ല, യാസു എന്നോട് ഇക്കാര്യം പറഞ്ഞത്. കുട്ടി ശ്രദ്ധിക്കണോ? അത് പോട്ടെ ഐഷേ, ആ കിളിക്കുഞ്ഞുങ്ങളുടെ വിശേഷമൊക്കെ ഒന്ന് കേക്കട്ടെ. എത്രയെണ്ണം ഉണ്ടായിരുന്നു? 3 എണ്ണം. ഏത് കിളിയാണ്? അത് അറിയില്ല. പക്ഷെ അതിന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ് കേട്ടാ. എന്തുട്ടാ നീ ഇപ്പൊ പറഞ്ഞത്? ഡിവോഴ്സ്ഡ് ആണെന്ന്? എന്തേ? അല്ല, ഈ വാക്ക് നിനക്ക് എവിടുന്ന് കിട്ടി? അലൈന പറഞ്ഞതാ. ഇന്നലെ കുട്ടികളെ 3 പേരും സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരേണ്ട ടേൺ എന്റെ ആയിരുന്നില്ലേ? ഓ, അപ്പൊ അലൈനയും കിളിക്കുഞ്ഞുങ്ങളെ കണ്ടൂല്ലേ? അതെന്തോ ഇവരോട് അടക്കം പറയണത് ഞാൻ കണ്ടു, പക്ഷെ അത് ഇതായിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടാ. എന്താവും കുട്ടി അങ്ങനെ പറയാൻ കാരണം? അതിന്റെ കൂടെ അമ്മക്കിളിയേ ഉള്ളു, അച്ഛൻകിളിയില്ല. ഓ, അത്രേ ഉള്ളോ? അത് തീറ്റ തേടി പോയിട്ടുണ്ടാവും. ഓ, ഞാനാകെ പേടിച്ചു. അല്ല, നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യണ്ടേ? ചെല്ല്. ഐഷു, സമയം സന്ധ്യ ആവണോട്ടാ, ചെല്ല്. അത്രല്ല, തണുപ്പ് കൂടിയും വരുന്നുണ്ട്, വെറുതെ പനിക്കണ്ട. തണുപ്പ് കൂടിയോണ്ടാവും നീ ഇവിടെ തീ കായണല്ലേ? ഓവ്, കാടിനടുത്തല്ലേ. അല്ലരേ കേട്ടാ, കുട്ടിയോള് പോയല്ലോ. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? അലെനിക്ക് എവിടുന്നാ ഡിവോഴ്സ് എന്നുള്ള വാക്ക് കിട്ടിയത്? അതെനിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതെനിക്കറിയില്ലേ. തീർച്ചയായിട്ടും അതിന്റെ വീട്ടിൽ നിന്നായിരിക്കും കേട്ടാ. ഏയ്, അവിടെ ഇപ്പൊ ആരാ വാക്ക് ഉപയോഗിക്കണേ? എനിക്കറിയില്ല, എന്നാലും ഒരു സംശയം. ആന്റണി ആ വാക്ക് ഉപയോഗിക്കുമോ എന്തോ. ആർക്കറിയാം, അത് അവരുടെ ജീവിതല്ലേ. അത് ശരി തന്നെയാണ്. എന്നാലും ആ നീയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് എന്തോ ഒരു വിഷമമുണ്ട് കേട്ടാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വെളിയിൽ നിന്നുള്ളവരല്ലേടിയേ. പോരെങ്കിൽ അയാളൊരു പോലീസുകാരനും. പോലീസുകാരെന്ന് പറഞ്ഞിട്ട് എന്താണ്? നമ്മുടെ നാരായണ മാമ പോലീസിലല്ലേ? എന്നിട്ട് ആ മാമിയെ കൈവെള്ളയിലല്ലേ കൊണ്ടു നടക്കണേ? അത് ഓരോരുത്തരുടെ സ്വഭാവം. അതന്നെ ഞാനും പറഞ്ഞ, ജോലി ഏതായാലും സ്വഭാവം നന്നായ മതി. കല്യാണമൊക്കെ ഒരു യോഗാടിയെ. നന്നായിട്ട് ജീവിക്കണവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഇങ്ങടേക്ക് മാറിയിട്ടല്ലേ. അതിനു മുമ്പ് എന്റെ അമ്മ നിന്നെ കുറച്ച് വിഷമിപ്പിച്ചിട്ടില്ലേ? അതൊക്കെ ശരി തന്നെ. എന്നാലും നിങ്ങളുടെ പെങ്ങള് പാവാട്ടാ. എന്നാലും അവളുടെ ഭർത്താവിനെ കാരണം ഞങ്ങൾ തമ്മിൽ ഇപ്പൊ വലിയ കോണ്ടാക്ട് ഇല്ലല്ലോടിയെ. ഇതെന്തര കേട്ട കൊച്ചു കുട്ടികളെ പോലെ വിഷമിക്കണേ? ഒക്കെ ശരിയാവും. ആ കഥകളൊക്കെ ഞങ്ങൾ കാണിക്കൂട്ടാ. പിന്നെ മുത്തുമണീസ്, ഈ ചാനൽ കാണുന്ന 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണേ. അല്ല, നീ പോയില്ലേ? അതിന് ആരുടെയും പേര് വിളിക്കാനില്ലാലോ. ഐഷേ, അടവ് വേണ്ടാട്ടാ. പോയി ഹോംവർക്ക് ഐഷു.